കേരളം ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. വോട്ടെണ്ണിക്കഴിഞ്ഞു, ഭൂരിപക്ഷം കിട്ടി, ജയിച്ചവർ ആഹ്ലാദ പ്രകടനം വരെ നടത്തിക്കഴിഞ്ഞു. പക്ഷേ ഒരു ചോദ്യത്തിന് മാത്രം ഇപ്പോഴും ഉത്തരമില്ല: ആരായിരിക്കും നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി? സാധാരണ നിലയിൽ റിസൾട്ട് വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനമാകേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ കോർട്ടിൽ കളി മുറുകുകയാണ്. ഒരു വശത്ത് MLA-മാരുടെ പിന്തുണയുമായി KC വേണുഗോപാൽ, മറുവശത്ത് ജനപിന്തുണയും ഷാഡോ ഏജൻസിയുടെ റിപ്പോർട്ടുകളുമായി VD സതീശൻ. ഇതിനിടയിൽ സീനിയോറിറ്റി ഉയർത്തിക്കാട്ടി രമേശ് ചെന്നിത്തലയും. ലഡുവും കേക്കും വാങ്ങി ആഘോഷിക്കാൻ കാത്തിരുന്ന അണികൾ ഒടുവിൽ ഫ്ലെക്സ് വരെ ചുരുട്ടിവെക്കേണ്ടി വന്ന നാടകീയ നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഹൈക്കമാൻഡ് ഒരു പക്ക വെയിറ്റ് ആൻഡ് വാച്ച് മോഡിലാണ്. അച്ചടക്ക ലംഘനം വല്ലതും നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നല്ല രീതിയിൽ നിരീക്ഷണം അവിടെ നടക്കുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ഈ പോരെന്നടങ്ങ്, എന്നിട്ട് മതി പ്രഖ്യാപനം എന്നാണ് ഡൽഹിയിലെ വലിയ നേതാക്കളുടെ നിലപാട്. സത്യത്തിൽ ഈ മാസം 23 വരെ സമയമുണ്ടെങ്കിലും കാര്യങ്ങൾ ഇത്രയും നീണ്ടുപോകുമെന്ന് ആരും കരുതിയില്ല. മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന 3 നേതാക്കളും ഒരേപോലെ പറയുന്നു: മത്സരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതുകൊണ്ട് തന്നെ പന്തിപ്പോൾ പൂർണ്ണമായും ഹൈക്കമാൻഡിന്റെ കയ്യിലാണ്. ഇതിലിനി കേരളത്തിലെ നേതാക്കൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനിയിപ്പോ ഇതിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ സോണിയാഗാന്ധി തന്നെ രംഗത്തിറങ്ങണം. അവർ ഒരു തീരുമാനം പറയുന്നതിന് മുൻപ് AK ആന്റണിയെ വിളിക്കാൻ സാധ്യതയുണ്ട്. AK ആന്റണിയുടെ അഭിപ്രായത്തിന് ഹൈക്കമാൻഡിൽ ഇപ്പോഴും വലിയ വിലയുണ്ട്. എന്തായാലും ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കും, ഒരു കലാപത്തിനൊന്നും നിൽക്കില്ല എന്ന് ഉറപ്പു നൽകിയാണ് 3 പേരും മടങ്ങിയത്. അതുകൊണ്ട് ഇനി ഇവരുമായി ഒരു വട്ടം കൂടി ചർച്ച നടത്താൻ സാധ്യതയും കുറവാണ്. സാധാരണ ഇത്തരം കാര്യങ്ങൾ ആദ്യം അറിയുന്നത് KC വേണുഗോപാലാണ്. പക്ഷേ ഇവിടെ KC തന്നെ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹവും ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. ഖാർഗെ ഇന്ന് വൈകുന്നേരമേ കർണാടകയിൽ നിന്ന് മടങ്ങിയെത്തൂ. രാഹുൽ ഗാന്ധി ചെന്നൈയിൽ നിന്ന് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രിയോ നാളെയോ ഒരു തീരുമാനം ഉണ്ടായേക്കാം. ഇതിനിടയിൽ പ്രധാനമന്ത്രി മോദി കേരള മുഖ്യമന്ത്രി ചർച്ച നീളുന്നതിൽ കോൺഗ്രസിനെ ട്രോളിയിട്ടുണ്ട്. കൂടാതെ ദേശീയ മാധ്യമങ്ങളും ഇപ്പോൾ കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ടും എന്താ പ്രഖ്യാപിക്കാത്തത് എന്ന് അവർ ചോദിക്കുന്നു. ഈ ഒരു നാണക്കേട് ഒഴിവാക്കാൻ ഹൈക്കമാൻഡ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് വരാം. ഒരു ഫാൻ ഫൈറ്റ് പോലെ തോന്നും. വോട്ടെണ്ണിയ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഭരണം തുടങ്ങി, ഇവിടെ മാത്രം ഇങ്ങനെയൊരു അവസ്ഥ. തീരുമാനമായി കഴിഞ്ഞു, ഇനി അനൗൺസ്മെന്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് രമേശ് ചെന്നിത്തല വിശ്വസിക്കുന്നത്. ശനിയാഴ്ച KPCC ഓഫീസിൽ വൻ പ്രതീക്ഷയിലായിരുന്നു KC പക്ഷം. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച് അദ്ദേഹത്തിന്റെ ആളുകൾ ലഡുവും കേക്കുമൊക്കെ വാങ്ങി ആഘോഷത്തിന് തയ്യാറായിരുന്നു. പക്ഷേ പ്രഖ്യാപനം നീണ്ടുപോയതോടെ പാവങ്ങൾ നിരാശരായി. അവസാനം ഫ്ലെക്സ് വരെ അവർക്ക് എടുത്തു മാറ്റേണ്ടി വന്നു. അപ്പുറത്തെ VD സതീശൻ ക്യാമ്പും ഒട്ടും പിന്നിലല്ല. KC ക്യാമ്പ് പറയുന്നത് പോലെ 46 MLA-മാരുടെ പിന്തുണയല്ല, 32 മുതൽ 33 വരെ MLA-മാർ തങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണയും സതീശനുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. വലിയ ബഹളത്തിനൊന്നും പോകണ്ട, അനൗൺസ്മെന്റ് വന്നാൽ ഉടനെ പടക്കം പൊട്ടിക്കാം എന്ന മട്ടിലാണ് സതീശൻ ഫാൻസ്. ഇതിനിടയിൽ രമേശ് ചെന്നിത്തലയും ഫുൾ പോസിറ്റീവാണ്. ഈ 2 പേരും തമ്മിലടിക്കുമ്പോൾ ഹൈക്കമാൻഡിന് ഒരു തലവേദനയും ഉണ്ടാക്കാത്ത ആൾ എന്ന നിലയിൽ തന്നെ പരിഗണിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. സീനിയോറിറ്റിയും സമാധാനപരമായ നിലപാടും ചെന്നിത്തലയ്ക്ക് ഗുണമാകുമോ എന്ന് കണ്ടറിയണം. 3 പേരും റെഡി, പക്ഷേ കസേര ഒന്നേ ഉള്ളൂ. കേരളത്തിൽ VD സതീശന് അനുകൂലമായി വൻ ജനവികാരം ആഞ്ഞടിക്കുന്നുവെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായെന്നും കേരളത്തിലെ സാഹചര്യം പഠിക്കാൻ ഹൈക്കമാൻഡ് രഹസ്യമായി നിയോഗിച്ച ഷാഡോ ഏജൻസി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നുമാണ് VD പക്ഷം പറയുന്നത്. മലബാറിലാണ് സതീശൻ തരംഗം ഏറ്റവും ശക്തമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന MLA-മാർക്കെതിരെ പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. പലയിടങ്ങളിലും MLA-മാർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. MLA-മാരുടെ എണ്ണം മാത്രം നോക്കി ഇത്തവണ തീരുമാനമെടുക്കില്ലെന്ന് ഹൈക്കമാൻഡ് ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം സതീശന് അനുകൂലമാണെന്ന് ഷാഡോ ഏജൻസിയുടെ സർവേകൾ അടിവരയിടുന്നു. ഇത് സതീശൻ പക്ഷത്തിന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. സതീശൻ മാറി നിൽക്കാൻ തയ്യാറാണെങ്കിലും അദ്ദേഹത്തെ തടയുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് പാർട്ടി ഭയപ്പെടുന്നു. MLA-മാരുടെ പിന്തുണയേക്കാൾ ജനപിന്തുണയാണ് നിർണായകമെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് മാറുമെന്നാണ് സതീശൻ പക്ഷത്തിന്റെ പ്രതീക്ഷ. ഈ ചർച്ചകളൊക്കെ തന്നെ ഉയർന്നപ്പോൾ പ്രധാനമായും സജീവമായ മറ്റൊരു ചോദ്യം
അത് MLA ഭൂരിപക്ഷമായിരുന്നു. അതായത് KC വേണുഗോപാലിനെ ഏറ്റവും കൂടുതൽ MLA-മാർ പിന്തുണച്ചു എന്നത്. ഇത് KCക്ക് അനുകൂലമാണ് എന്നാണ് KC അനുകൂലികൾ പറയുന്നത്. അത് അട്ടിമറിച്ചുകൊണ്ട് മറ്റൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ കർണാടകയിൽ DK ശിവകുമാർ അടക്കം ഇത് ആയുധമാക്കില്ലേ എന്നും അവർ ചോദിക്കുന്നു. അതായത് ഇവിടെ നമ്പർ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളൊക്കെ തന്നെ നൽകുന്ന സൂചന എന്നാണ് KC പക്ഷം. MLA-മാർക്കൊപ്പം തന്നെ MP-മാരുടെ പിന്തുണയും KC വേണുഗോപാലിന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ നിലവിലെ സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ നമ്പറാണ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നതെങ്കിൽ KC വേണുഗോപാലിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. നമ്പർ നോക്കി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ KCയെ പ്രഖ്യാപിക്കുമായിരുന്നുവെന്നും VD സതീശന്റെ അഭിപ്രായം കേൾക്കാൻ കാത്തു നിൽക്കില്ലായിരുന്നുവെന്നും VD പക്ഷം പറയുന്നു. അതുകൊണ്ട് തന്നെ VD സതീശന്റെ സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. KC വേണുഗോപാലും VD സതീശനും തമ്മിലുള്ള തർക്കങ്ങൾ മുറുക്കിയാൽ മാത്രമേ രമേശ് ചെന്നിത്തലയ്ക്ക് ചാൻസ് ഉള്ളൂ എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ജനവികാരത്തിനെതിരായ തീരുമാനങ്ങൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ഭാവിയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും. കേരള രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് സൂചനകൾ. VD സതീശനുമായി സൗഹൃദപരമായ ചർച്ച നടത്താനാണ് സാധ്യത. അദ്ദേഹം വഴങ്ങാത്ത പക്ഷം കൂടുതൽ തർക്കങ്ങൾക്ക് നിൽക്കാതെ സതീശനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയേക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. പലരും ചോദിക്കുന്നുണ്ട്, ഈ 2.5 വർഷം ഒരാൾ, ബാക്കി 2.5 വർഷം വേറൊരാൾ എന്ന ടേം വ്യവസ്ഥ വരുമോ എന്ന്. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ചരിത്രത്തിൽ അങ്ങനെ വലിയ പതിവൊന്നുമില്ല. അങ്ങനെയൊരു വാഗ്ദാനം ഹൈക്കമാൻഡ് കൊടുക്കാനും സാധ്യത കുറവാണ്. ഇനി ആരെങ്കിലും മുഖ്യമന്ത്രിയായാൽ മറ്റുള്ളവർക്ക് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്ത് ഒത്തുതീർപ്പാക്കേണ്ടി വരും. പക്ഷേ നിലവിൽ 3 പേര് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന കടുത്ത നിലപാടിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്ലൈമാക്സ് സീൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ആരാണെന്നത് ഇപ്പോഴും ഒരു സസ്പെൻസായി തുടരുന്നു. ഒരാൾക്ക് MLA-മാരുടെ കണക്കിലെ ബലം, മറ്റൊരാൾക്ക് ജനപിന്തുണയുടെ കരുത്ത്, മൂന്നാമത്തെ ആൾക്ക് സീനിയോറിറ്റിയും അനുഭവ സമ്പത്തും. ഈ 3 ഘടകങ്ങളിൽ ഡൽഹിയിലെ വലിയ നേതാക്കൾ ഏതിനാണ് മുൻഗണന നൽകുക എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. കേരളം കാത്തിരുന്ന ഈ സസ്പെൻസ് ഇന്ന് രാത്രിയോ നാളെയോ അവസാനിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആര് മുഖ്യമന്ത്രിയായാലും മറ്റ് 2 ഗ്രൂപ്പുകളെയും അണികളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുക എന്നത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാകും. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാലും അതനുസരിക്കുമെന്ന നേതാക്കൾ പറയുമ്പോഴും അണിയറയിൽ പുകച്ചിൽ തുടരുന്നുണ്ട്. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.